ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കടയത്തെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഞ്ഞായിരുന്നു, ഫുള്ള് കൊടയായിരുന്നു കേട്ടോ. എല്ലാവരും കുറച്ച് വന്നിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാന്ന് വിചാരിച്ചു നമ്മൾ ഫസ്റ്റ് പെഡൽ ബോട്ടിന്റെ അവിടേക്ക് വന്നിട്ടോ. മൂന്നാൾക്കും സ്വിമ്മിംഗ് അറിയണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ എക്സ്ട്രാ ഒരാളെയും കൂടി കയറ്റി തരുമെന്ന് ചോദിച്ചു, പക്ഷെ അത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നല്ല വിശപ്പായിരുന്നു, അവിടെ അടുത്ത് തന്നെ നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മസാല ദോശയും പിന്നെ പാവ് ബജി ആയിരുന്നു. ഈ ഒരു സമോസയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് അധികം നാട്ടിൽ കിട്ടാറില്ലല്ലോ. ഫലൂഡ നല്ല അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ, ഫുൾ എസെൻസ് ആയിരുന്നേ. പുറത്തിറങ്ങി നോക്കുമ്പോൾ ഭയങ്കര കോട കയറിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ലേക്കിന്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എന്തായാലും ബോട്ടിംഗ് ചെയ്യാത്ത സ്ഥിതിക്ക് നമ്മൾ നേരെ സൈക്കിളിന്റെ അടുത്തേക്ക് പോകുന്നു. അവർ രണ്ടാളും ഒറ്റയ്ക്ക് ലേഡി ബേർഡ് എടുത്തിട്ടോ. ഞാൻ കുറെ കാലമായിട്ട് സൈക്കിൾ തൊട്ടിട്ടേ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഒഴിവാക്കാൻ തോന്നാത്തതുകൊണ്ട് തന്നെ രണ്ടാൾക്കാർ ചവിട്ടുന്ന സൈക്കിളിൽ ഞാനും കയറി. ലേക്കിന് ചുറ്റും അങ്ങനെ കോട കണ്ടുപോകാൻ നല്ല രസമുണ്ടായിരുന്നേ. ഞങ്ങൾ എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് പാസ്ട്രി കോർണറിലേക്കായിരുന്നു. നമ്മൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. അതിന്റെ അടുത്ത് തന്നെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, നമ്മൾ അവിടെ കയറിയേ. അത് കഴിഞ്ഞ് അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒരു കഫേ നോക്കി പോകുന്നു കേട്ടോ. തണുപ്പ് കൂടി വരുന്നതുകൊണ്ട് തന്നെ പുറത്ത് അധികം നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിzzയും പിന്നെ ഹോട്ട് ചോക്ലേറ്റും പിന്നെ ബർഗറും ആയിരുന്നു. ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാണ്ടാണ് നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഓരോന്നിനും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണെങ്കിൽ നമ്മൾ നേരെ പോയത് മോഡീസിലേക്കായിരുന്നേ. ആക്ച്വലി മോഡീസ് അതിന്റെ അടുത്താണ് നമ്മൾ അറിയില്ലായിരുന്നു കേട്ടോ. നടന്ന് പോകുന്ന വഴിക്ക് നമ്മൾ കയറിയതാണ്. അതുകൊണ്ട് അവിടെ നിന്ന് കഴിക്കാനൊന്നും നിന്നില്ല. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ടോപ്പിൽ എനിക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനൊരു അപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് അവളിങ്ങനെ കുറച്ച് ബാംഗിൾസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇന്ന് എത്രയുള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.